റൂഫിംഗ് ഷീറ്റിൽ കേൾക്കുന്ന ശബ്ദമേ അല്ല. ഇനി അതിനകത്തേക്കൊന്ന് അടിച്ചേ. ഇതുപോലുള്ള ബഹളങ്ങളായിരിക്കും സാധാരണ റൂഫിംഗ് ഷീറ്റിൽ കേൾക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഇതിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും നല്ലൊരു ശബ്ദം. അത് പുറത്തേക്കുള്ള ശബ്ദമാണ്, ഉള്ളിലേക്ക് ആ സൗണ്ട് ഉണ്ടാവുകയില്ല. ലാബേഴ്സ് നടക്കുമ്പോഴൊക്കെ കംപ്ലൈന്റ് ആ ചാൻസ് ഇല്ലേ? ഇല്ലില്ല, നമുക്ക് ഇതിൽ തന്നെ മേലെ നടത്തിക്കാം. ഇവര് നടക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുമല്ലോ. അപ്പൊ ഒരാൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, രണ്ടുപേരും നടന്നോട്ടെ. നടക്കുന്നുണ്ട് അല്ലേ? ഒരു ടെൻഷൻ ഫ്രീ ആണ്. നമ്മുടെ കൂടെയുള്ളത് ഈ ഒരു വീടിന്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ എഞ്ചിനീയർ കൂടെ ആയ അബൂബക്കർ സാറാണ്. സ്റ്റോൺ കോട്ടറിൽ ഡോക്ടൈൽ സ്റ്റോൺ കോട്ടർ ഒരുപാട് ഉണ്ട് അല്ലേ? ഇതിന്ന് ഒരു വ്യത്യാസം ഫീൽ ചെയ്തോ? വ്യത്യാസം ചൂട് കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പിന്നെ രണ്ടാമത് മഴ പെയ്താല് സാധാരണ ഷീറ്റുകളിൽ മേലെ വീഴുമ്പോഴുള്ള ഒച്ചപ്പാട് സൗണ്ട് അതില്ല. അതൊരു വലിയൊരു ഇതാണ്. പിന്നെ ഇതിന്റെ ഇൻസ്റ്റലേഷൻ അത് വളരെ ഈസിയാണ്. അതെ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതേമാതിരി അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മളിതിൽ അട്രാക്ട് ചെയ്തത്. അപ്പൊ ഹാപ്പിയാണ് തീർച്ചയായിട്ടും. നമുക്കും നമ്മളെ വ്യൂവേഴ്സിനും വേണ്ടത് ഇതിൽ വർക്ക് ചെയ്യുന്ന ആളെ അഭിപ്രായം എങ്ങനെയുണ്ട് ഒരു പ്രൊഡക്റ്റ്? ഈ പ്രൊഡക്റ്റ് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതേ സെയിം ക്വാളിറ്റിയിലുള്ളത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ടോക്ടൈലിന്റെ പ്രൊഡക്റ്റ് ആണ് അതിൽ ബെസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയത്. ഒന്നാമത് അത് നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ്. പിന്നെ ലേബേഴ്സ് അതിന്റെ മേലെ കൂടെ നടന്നു കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. ഒന്ന് ചുളിവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവര് ആയിട്ടാണ് ചവിട്ടുന്നത്. ധൈര്യത്തിൽ ചവിട്ടാം, കോൺഫിഡന്റോടെയാണ് ചെയ്യുന്നത്. മറ്റ് ബ്രാൻഡുകളും ചെയ്യുമ്പോൾ അത്രത്തോളം അതൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഏതൊക്കെ കളറുകൾ വരുന്നുണ്ട് ഇതിന്? നമുക്കൊരു 10-ലധികം കളേഴ്സ് ഉണ്ട്. 10-ലധികം കളേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളെ വീടിന്റെ ഡിസൈൻ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണെന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായും. ഇതിന് ആകെ വരുന്ന ഒരു മെയിൻ്റെനൻസ് ഇതൊരു 4-5 വർഷം കൂടുമ്പം ഒന്ന് പാല് വരികയാണെങ്കിൽ ഒന്ന് പ്രഷർ വാഷ് ചെയ്യുക. പ്രഷർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ക്ലീൻ ആയിക്കോളും. ഇപ്പൊ വരുന്ന പ്രോഡക്റ്റ് ഈ ഒരു 2025 വരുന്ന പ്രോഡക്റ്റ് ആൽഗെ റെസിസ്റ്റന്റ്. അത് കാരണം ഒരു 4-5 വർഷം ലാസ്റ്റ് ചെയ്യുന്നത്, ആൽഗെ ഇല്ലാതെ ലാസ്റ്റ് ചെയ്യുന്നത് ഒരു അതിന്റെ നേരെ ഇരട്ടി ഒരു 8-10 വർഷം വരെ നിൽക്കും പാല് വരാതെ.